തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ സോഫ്റ്റ് സ്പോക്കണായി അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുടെ റിയൽ അഗ്രസീവ് ക്യാരക്ടർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നാണമില്ലേടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? എന്തായാലും ദയനീയമായി പരാജയപ്പെടും എന്ന് ബോധ്യമുള്ള ബി ജെ പിയുടെ പ്രവർത്തകർ പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പണമൊഴുക്കിയിട്ട് എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. വോട്ടർമാർക്ക് പാലക്കാട് BJP പണം വ്യാപകമായി വിതരണം ചെയ്യുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങളടക്കം ഷൂട്ട് ചെയ്താണ് ഇപ്പോൾ പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നത്. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസല്ലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവർ പോകുന്ന വീടുകളിലെല്ലാം അവരുടെ വാഹനത്തിൽ ഒപ്പം പോകുന്നവരുടെ ഏറ്റവും വിശ്വസ്തയായ സഹായിയായ സഹപ്രവർത്തക, ആ സഹപ്രവർത്തക ഇവർ പോയതിന്റെ തൊട്ടു പിന്നാലെ ഈ വീടുകളിൽ പണം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തനിക്കൊന്നും നാണമില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഞാൻ പണം കൊടുക്കുന്ന, തെരഞ്ഞെടുപ്പിൽ പണം കൊടുക്കുന്ന ഒരാളാക്കി എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. രണ്ടാമതായിട്ട് പാലക്കാടിലെ വോട്ടർമാരെ മുഴുവൻ നിങ്ങൾ അപമാനപ്പെടുത്തി. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഈ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ അത്രയും ഉണ്ടയില്ലാ വെടികളാണ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ആ ഉണ്ടയില്ലാ വെടി വെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിജയം പാലക്കാട് ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ഒരു കഥയുമായി പുറത്തു വന്നിട്ടുള്ളത്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയോട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നിന്റെ മുഖം അടിച്ചു പൊളിക്കുമെന്നാണ്. എന്റെ ഭയം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. പണം മുടക്കിയാലും വർഗീയത ജയിക്കില്ല എന്ന് BJPയുടെ സ്ഥാനാർത്ഥി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.